അപ്പോൾ ഇത് പയറും വെണ്ടയാണ്. ഇത് ഈ ചെറുത് കാണുന്നത് വെണ്ട, ഇത് പയറ്. അവിടെ അപ്പോൾ ഇത് ഓണത്തിന് വെച്ചിട്ടുള്ള പയറും വെണ്ടയാണ്. പയറൊക്കെ അത്യാവശ്യം വേഗം വലിപ്പമായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കുറ്റിപ്പയറാണ് കേട്ടോ. ഇതൊക്കെ കുറ്റിപ്പയറാണ്. ഇത് തനി നാടൻ ചെറിയ വെണ്ടയാണ്. മറ്റേ ആനക്കൊമ്പ് പോലത്തെ വെണ്ടകളൊന്നല്ല. ഓണാമ്പളിക്ക് ഉണ്ടാവും. അത് വള്ളിപ്പയറാണ്. വാടാ. പയറും വേണ്ട ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ വലിപ്പായിട്ടുള്ള മിളകിന് ബായി മരുന്നടിക്കാണ്. ഓണാകുമ്പോഴേക്കും പൂവിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് മരുന്നടിക്കാണ്. മിളക് ഇവിടെ കുറേ ഉണ്ട്. ഒരു ഈ ഏരിയയിൽ കുറേ മിളക് വെച്ചിട്ടുണ്ട്. മിളകൊക്കെ പൂവിട്ടും കായിട്ടൊക്കെ തുടങ്ങണമല്ലോ. ഓണാകുമ്പോഴേക്കും മരുന്നടിച്ച് ശരിയാക്കാണ്. മിളകിനൊക്കെ നല്ല പരിചരണം ആവശ്യമാണ്. പൂവിടാനും കായ പിടിക്കാനൊക്കെ മരുന്നടിക്കണം. മരുന്നെന്ന് പറഞ്ഞത് ഓർഗാനിക്കാണ്. മറ്റേ രാസവളങ്ങളൊന്നുമല്ല. നമ്മുടെ ഇസ്രായേൽ ടെക്നോളജിയിലെ മറ്റേ വളങ്ങളാണ്. അപ്പം അതൊക്കെ ഈ ഏതാണ്ട് ഈ ജൈവവളത്തിൽ പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. എസൻസ് ഐറ്റംസ് ആണ്. ഇതൊക്കെ നമ്മൾ സ്പ്രേ രൂപത്തിലാണ് കൊടുക്കുന്നത്. മിളകിനൊക്കെ ബായി സ്പ്രേ രൂപത്തിൽ അടിക്കുക. അതല്ല, ഒരുവിധം കടയ്ക്ക വളർട്ട് കഴിഞ്ഞാൽ പിന്നെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ നമ്മൾ സ്പ്രേ രൂപത്തിലാണ് വളങ്ങൾ കൊടുക്കുന്നത്. പിന്നെ കടയ്ക്ക് വളങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ ചെറുതായിട്ട് മിളക് പിടിക്കുന്നുണ്ട്. മിളക് ഓണമൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം ഉണ്ടാവും. ഇതിപ്പോൾ തൈകൾ ഞങ്ങൾ ഫുള്ളായിട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് ഈ അടുത്ത സീസണിൽ വെക്കാൻ. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുക്കണം. വാ. ഈ സൈഡിലും മിളക് വെച്ചിട്ടുണ്ട്. മിളക് ഒക്കെ തൈ ഞങ്ങൾ മേടിച്ചിട്ട് വലിയ കവറിലാക്കി വെക്കണതാണ്. നമുക്കൊരു തൈക്ക് 18-19 രൂപ 20 രൂപ ചിലവ് വരുന്നുണ്ട് ഇവിടെ എത്തുമ്പോൾ. ഇവിടെയൊക്കെ മിളകും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. മിളക് ഈ ഭാഗത്തൊക്കെ ഉണ്ട്. വാ, പയർ ശ്രദ്ധിച്ചു കാട്ടും. ആ ആ ഇല്ല, ഇതൊക്കെ ചെങ്ങാലിക്കോടൻ്റെ വാഴകളാണ്, പഴയ വാഴകളാണ്. 2 കന്ന് വീതം നിർത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, പക്ഷെ അത്ര വലിയ വാഴകളൊന്നുമല്ല. ഇടയിൽ ഞങ്ങൾ മിളകൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വാടാ വാ. അപ്പോ വാ, അലോക്ക് വാടാ.
ഒറ്റ മിനിറ്റ്. അത് ശരി. ചേനയും അത്യാവശ്യം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓണത്തിന് പറിക്കാനുള്ളതാണ്. മിളകും ചേനയും വാഴയ്ക്കാണ് ഇവിടുത്തെ മെയിനായിട്ട് സംഭവം, പച്ചക്കറികളും. ഓക്കെ.